ന്യൂസിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയ്ക്കെതിരെ നടത്തിയ കടുത്ത വിമർശനങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. എനിക്ക് മാർപ്പാപ്പയുടെ എതിർപ്പൊന്നുമില്ല എന്ന് പ്രസ്താവിച്ച അദ്ദേഹം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുവെന്ന തെറ്റായ ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. ഏപ്രിൽ 16 വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭിന്നതകൾ പരിഹരിക്കാൻ മാർപ്പാപ്പയുമായി ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം സുവിശേഷം പ്രസംഗിക്കാനുള്ള മാർപ്പാപ്പയുടെ കടമയെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വത്തിക്കാൻ അംഗീകരിക്കുന്ന ഭൂഗർഭ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്ക് നേരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടുത്ത നിയന്ത്രണങ്ങളും ഭീഷണികളും തുടരുന്നതായി റിപ്പോർട്ടുകൾ. രാജ്യത്തെ ഭൂഗർഭ ദേവാലയങ്ങൾ, വൈദികർ, വിശ്വാസികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് പ്രാദേശിക ഉറവിടങ്ങളെ ഉദ്ധരിച്ച് EWTN ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. 2018 ഒപ്പിട്ട വത്തിക്കാൻ ചൈന കരാർ നിലവിലുണ്ടെങ്കിലും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൽ ചൈനീസ് ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ഗവേഷകനായ യാൽകുൻ ഉലിയോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കത്തോലിക്ക പ്രോലൈഫ് പ്രവർത്തകൻ മാർക്ക് ഹൗക്കിനെ $1 മില്യണിലധികം നഷ്ടപരിഹാരം നൽകാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ധാരണയിലെത്തി. 2022 ഗർഭചിത്ര കേന്ദ്രത്തിന് മുന്നിൽ വെച്ച് തന്റെ മകനെ ആക്രമിക്കാൻ ശ്രമിച്ചയാളെ തടഞ്ഞതിനാണ് FBI ഹൗക്കിനെതിരെ നടപടിയെടുത്തത്. 2023 ജനുവരിയിൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്നാണ് സർക്കാർ നടപടിക്കെതിരെ അദ്ദേഹം നിയമ പോരാട്ടം നടത്തിയത്. ഈ വിജയം ഓരോ പൗരന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ വിജയമാണെന്ന് പ്രോ ലൈഫ് സംഘടനകൾ പ്രതികരിച്ചു. നൈജീരിയയിലെ ക്രൈസ്തവ കൂട്ടക്കൊലകളിൽ ലോകരാജ്യങ്ങൾ തുടരുന്ന നിശബ്ദതയെ രൂക്ഷമായി വിമർശിച്ച് ബ്രിട്ടീഷ് നടൻ ജോൺ ക്ലീസ് വിശുദ്ധവാരത്തിലും ഈസ്റ്ററിലുമായി നൈജീരിയയിൽ 33 ക്രൈസ്തവർ കൊല്ലപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതത്തിന് ലോകം വില കൽപ്പിക്കാത്തതുപോലെയാണ് തനിക്ക് തോന്നുന്നതെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അതേസമയം ബെനു സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലും കഡുണയിലെ പള്ളികളിലും ഫുലാനി തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ലിയോ ടെറേൽ പങ്കുവച്ച കുറിപ്പ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ക്ലീസ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. ഒക്ടോബർ 31 ജോർജിയയിലെ സവന്നയിൽ നടക്കുന്ന ആഘോഷമായ ആരാധനക്രമമധ്യേ പ്രിയർ പെഡ്രോ ഡി കാപ്രയും മറ്റ് 4 ഫ്രാൻസിസ്കൻ സഹപ്രവർത്തകരും ഉൾപ്പെടുന്ന ജോർജിയൻ രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കും. ചടങ്ങിൽ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ടൊറാന്റോയിലെ കർദിനാൾ ഫ്രാങ്ക് ലിയോ പങ്കെടുക്കുമെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. അതേസമയം സവന്ന രൂപതയിലെയും അറ്റ്ലാന്റ അതിരൂപതയിലെയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ് വലിയ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ബിഷപ്പ് പാർക്കസ് പ്രതികരിച്ചു. തങ്ങളുടെ സന്യാസ സഭയുടെ സ്ഥാപകനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികം സഭ ആചരിക്കുന്ന വേളയിലാണ് ഈ ഫ്രാൻസിസ്കൻ സന്യാസിനികൾ വാഴ്ത്തപ്പെട്ടവരായി ഉയർത്തപ്പെടുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാകുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.